Hi, welcome back to IBS English for Competitive Exams. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ബാങ്ക് അതുപോലെ തന്നെ SSC ഈ രണ്ട് പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കാണുന്ന ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. സ്പോട്ട് ദി എറർ. നോക്കൂ, ഹരീഷ് ഡിമാൻഡഡ് ഫോർ ഹിസ് ഷെയർ ആസ് ഹി വിഷ്ഡ് ടു ബാക്ക് ഔട്ട് ഓഫ് ദ ഡീൽ. ആ സെൻറ്റൻസിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കുക. താൻ ഡീലിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തൻ്റെ ഷെയർ ആവശ്യപ്പെട്ടു എന്നാണ്. ഇതിൽ എവിടെയാണ് തെറ്റ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 ഹരീഷ് ഡിമാൻഡഡിലാണോ തെറ്റ്, അഥവാ 2 ഫോർ ഹിസ് ഷെയറിലാണോ തെറ്റ്, അതോ 3 ആസ് ഹി വിഷ് ടു എന്ന് പറയുന്ന ഭാഗത്താണോ, അതോ ബാക്ക് ഔട്ട് ഓഫ് ദ ഡീലിലാണോ? ഇനി തെറ്റില്ല എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ 5ാമത്തെ പാർട്ടിലാണ് വരിക. ഡെഫിനറ്റ്ലി ഇതിലൊരു തെറ്റുണ്ട്. പ്രത്യക്ഷത്തിൽ ഒരു തെറ്റുമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം വളരെ സീരിയസ് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്നും ഇതിനകത്തില്ല. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ തെറ്റ് കണ്ടെത്താനാവും. മറ്റൊന്നുമല്ല, അത് ഹരീഷ് ഡിമാൻഡഡ് ഹിസ് ഷെയർ എന്ന് മതി, ഫോറിൻ്റെ ആവശ്യമില്ല. അതാണ് അവിടുത്തെ തെറ്റ്. ഈ ഫോർ അനാവശ്യമാണ്, റിഡൻഡൻ്റ് ആണ്. അവിടെ അത് ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രാമർ? നമുക്ക് ഡിമാൻഡഡ് എന്ന ടെൻസൊക്കെ വളരെ കറക്റ്റാണ്. ഇവിടെ ഡിമാൻഡഡ് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, വിഷ്ഡ് കൃത്യമായും പറഞ്ഞിട്ടുണ്ട്, പാരലലായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഫോർ വേണ്ട? പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് അവിടെ ഫോറിന് എന്താണ് കുഴപ്പം? തൻ്റെ ഷെയറിന് വേണ്ടിയല്ലേ ചോദിച്ചത്. പക്ഷെ ഒന്നുകൂടി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഹരീഷ് ആവശ്യപ്പെട്ടത് എന്താണ്? ഷെയറിന് വേണ്ടിയാണോ ഷെയറാണോ ആവശ്യപ്പെട്ടത്? ഹരീഷ് ആവശ്യപ്പെട്ടത് ഷെയർ തന്നെയാണ്, ഷെയറിന് വേണ്ടിയല്ല. ഷെയറിന് വേണ്ടി എന്ന് പറയുമ്പോഴാണ് ഫോർ ആവശ്യം വരുന്നത്. അപ്പോൾ ഡിമാൻഡഡ് ഹിസ് ഷെയർ, തൻ്റെ ഷെയർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? ചില വെർബ്, ഫൈനൈറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ ടെൻസ് വ്യക്തമായും ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന വെർബ് എന്നാണ് അർത്ഥം. ടെൻസ് ഉള്ള വെർബ്. 3 ടെൻസസിൽ ഏതെങ്കിലും ഒരു ടെൻസ് കൃത്യമായും ആ വെർബിലുണ്ടെങ്കിൽ ആ വെർബിനെ നമ്മൾ പറയുന്നത് ഫൈനൈറ്റ് വെർബ് എന്നാണ്. ഫൈനൈറ്റ് വെർബ്. ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ടെൻസ് ഇല്ലാത്ത വെർബിനെ നമ്മൾ പറയുന്നത് നോൺ ഫൈനൈറ്റ് എന്നാണ്. അപ്പോൾ ഫൈനൈറ്റ് വെർബ്, ചില ഫൈനൈറ്റ് വെർബിനോടൊപ്പം പ്രപ്പോസിഷൻ ആവശ്യമില്ല. വേണമെന്ന് നമുക്ക് തോന്നും. അത് നമ്മുടെ ഭാഷയുമായിട്ടുള്ള കമ്പാരിസണിൽ നമുക്ക് തോന്നുന്നതാണ്. ഇംഗ്ലീഷിൽ അത് ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു വെർബാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുന്നു, ഇത് ഫൈനൈറ്റ് വെർബായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്, ടെൻസ് ഉള്ള വെർബായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ തന്നെ, ഈ വെർബൊക്കെ തന്നെ നൗൺ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ ഇതേ പ്രപ്പോസിഷൻ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വെർബ്സ് ഏതൊക്കെയാണ്? കുറേ വെർബ്സ് അങ്ങനെ ഉള്ളതുണ്ട്, പ്രപ്പോസിഷൻ ആവശ്യമില്ലാത്തത്. ടെൻസ് ഉള്ള വെർബായിട്ട് ഒരു ഫൈനൈറ്റ് വെർബായി ഉപയോഗിക്കുമ്പോൾ ടെൻസ് പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത വെർബ്സ് ഏതൊക്കെ എന്ന് നോക്കാം നമുക്ക്. ഞാൻ ഏതാനും ചില വെർബ്സ് ഇവിടെ എഴുതാം. ഒന്ന്, ഈ ഡിമാൻഡ് തന്നെ. പിന്നെ ഒന്ന് ഓർഡർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓർഡർ ചെയ്യുക. ഐ ഓർഡേർഡ് കോഫി ഓർഡർ ചെയ്തു എന്നേ പറയൂ. അതുപോലെ മറ്റൊന്നാണ് മെൻഷൻ, സൂചിപ്പിക്കുക എന്ന് പറയുന്നത്. സോ ഡ്യൂറിങ് ദ കോൺവെർസേഷൻ ഹി മെൻഷൻഡ് യുവർ നെയിം, മെൻഷൻഡ് അബൌട്ട് യുവർ നെയിം തെറ്റാണ്. അതുപോലെ മറ്റൊന്നാണ് ഡിസ്ക്രൈബ്, വിവരിക്കുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്രപ്പോസിഷൻ ആവശ്യമില്ലാത്തതാണ്. ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ് ഇൻ 1 പാരഗ്രാഫ്. ഡിസ്ക്രൈബ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് അല്ല, ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ് ഇൻ 1 പാരഗ്രാഫ് എന്നേ പറയൂ. അതുപോലെ പറയുന്നതാണ് എംഫസൈസ്, ഊന്നി പറയുക എന്ന് പറയാം. സ്ട്രെസ് ചെയ്ത് പറയുക, സ്ട്രെസ്സും ഈ കൂട്ടത്തിൽ വരുന്നതാണ്. ഇതിൻ്റെ കൂടെ സാധാരണയായി വരുത്തുന്ന ഒരു തെറ്റാണ് ഓൺ, എംഫസൈസ് ഓൺ, അതിൻ്റെ മേലെ കയറി എംഫസൈസ് ചെയ്ത്, അതൊന്നും ആവശ്യമില്ല. ഊന്നി പറയുക എന്ന് പറഞ്ഞാൽ തന്നെ ഓൺ എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രപ്പോസിഷൻസ് ഇങ്ങനെയുള്ള വേർബിനോടൊപ്പം ആവശ്യമില്ല. ഒരർത്ഥത്തിൽ നമുക്ക് പറയാം, ഈ വേർബ്സൊക്കെ തന്നെ ഫൈനൈറ്റ് വെർബായി ഉപയോഗിക്കുമ്പോൾ പ്രപ്പോസിഷൻ ഇൻബിൽറ്റാണ്,
പ്രത്യേകിച്ച് പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാണ് അർത്ഥം. അത് വേറെയുണ്ട്, റിക്വസ്റ്റ് ഉണ്ട്, അഡ്വൈസ് ഉണ്ട്, ഒക്കെ അതിൽ വരുന്നതാണ്. ഫോർ എ ഫുൾ ഡിസ്ക്രിപ്ഷൻ കീപ് വാച്ചിങ് IBS English for Competitive Exams. Thank you.